സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ ഇമ്മക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോവാണ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 12 മണിയായി കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് ഇത് ഒക്ടോബർ 31 നാളെയാണ് നമ്മളെ ബർത്ത്ഡേ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് 2 കേക്ക് നമ്മളിന്ന് കഴിക്കണതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്, നന്നായി മസാജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഷാമ്പൂ ഒക്കെ തേച്ച് കുളിച്ച് ഞാൻ മുടി അഴിച്ചിട്ടിട്ട് ഞാൻ എനിക്ക് മെയിനായിട്ട് കുളിച്ച ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഞാൻ 2 ദിവസമായി തല കുളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുടിയിൽ നന്നായിട്ട് ജടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വേറിയെടുത്ത് കളഞ്ഞ് പിന്നെ നല്ലോണം വീതിയുള്ള ചീർപ്പില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് ഈരാട്ടോ. എന്നിട്ട് ഷാമ്പൂവും കണ്ടീഷണറും വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. വേറെ മാസ്കൊന്നും ഞാൻ ഇടുന്നില്ല. ഇന്നിപ്പോൾ ചടപടേന്ന് നമുക്ക് കുളിയൊക്കെ തീർക്കണം, അതുകൊണ്ട് മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഒരു HA സിറം നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ സ്കിൻ എന്തുമാത്രം ഡ്രൈ ആണെന്ന് ഇപ്പോൾ നന്നായിട്ട് കാണണ്ടാവും. മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സ്കിൻ പീൽ ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. അതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയല്ലേ, നല്ലോണം മാറി തുടങ്ങിയില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സമയത്ത്. ഇങ്ങനെ സ്കിന്ന് നല്ലോണം ഇങ്ങനെ പൊളിഞ്ഞു പോകും. ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ മാത്രമേ ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരു കുട്ടി ഫങ്ഷനല്ലേ, ഞാൻ ഇതാണ് കൂടുതൽ ഫോളോ ചെയ്യുക. ഇതാകുമ്പോൾ കംഫർട്ടബിളും ആണ്. പിന്നെ ഒരു കുഞ്ഞ് ഫംഗ്ഷൻ, ഇമ്മക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്, അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഐബ്രോസ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊന്ന് ചെറിയ സ്ട്രോക്സ് ഒക്കെ ഒന്ന് വരച്ചിട്ട് നമ്മൾ സ്പൂളി വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇത് ഇമ്മക്കുട്ടി ഓടി വന്നത്. ഇമ്മക്കുട്ടി റെഡി ആയില്ല പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫ്ലാറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം എൻ്റെയും ഇമ്മക്കുട്ടിയുടെയും ഒരുവിധം ഡ്രസ്സൊക്കെ ഇവിടെയാണല്ലോ. ഇമ്മക്കുട്ടിയുടെ പിന്നെ ഡെയിലി വെയർസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഡ്രസ്സ് മാത്രമേ നമ്മൾ ഫ്ലാറ്റിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് 2 കൊമ്പ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മുടി ഏകദേശം ഒന്ന് ലൈറ്റായിട്ട് ഉണങ്ങി വന്നോളും. 2 സൈഡിൽ കുഞ്ഞി പോണി പോലെ 2 കൊമ്പ് അങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പും സ്കേർട്ടുമാണ് ഇമ്മക്കുട്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NYB റൺവേ സിറം ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പേര് പറയണ പോലെ തന്നെ ഇതിൽ സിറം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിന് റിച്ച് കളർ പേ ഓഫ് ആണ്, അടിപൊളി കളർ പേ ഓഫ് ആണ്. സിറത്തിൻ്റെ ഗുഡ്നെസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഡ്രൈയിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് റൂബി റാപ്പിഡ്സ് ആണ്. നല്ല ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് ചേരുന്നതാണ്. ഇതിൻ്റെ ബുള്ളറ്റ് നല്ല രസമായിട്ടുള്ള ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രിസൈസ് ആയിട്ടുള്ള ബുള്ളറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് തന്നെ ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഇടാവുന്നതാണ്. നല്ല ക്രീമി ഫോമിലാണ്, എന്നാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ്. ലിപ്സ് അങ്ങനെ ഡ്രൈ ആക്കുകയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യത്തിന് നിൽക്കും, എന്നുവെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആ രീതിയിലൊക്കെ വളരെ നല്ലതാണ്. ഷെയ്ഡ്സും വളരെ നല്ലതാണ് കേട്ടോ. ഈസിലി റിമൂവ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. അതേപോലെ റീഅപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് പിങ്ക് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതും ലൈക്ക് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് നമുക്ക് ലിപ്സിലിടാം, ഒരു ബുദ്ധിമുട്ടില്ല. നല്ല രസമായിട്ട് നമുക്ക് എല്ലാവർക്കും ചേരും. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് ജസ്റ്റ് ഞാൻ ഒരു കോട്ട് ഇടുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇത് നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാനും അതേപോലെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് കേട്ടോ. എല്ലാം കൊണ്ട് അടിപൊളിയാണ്, ഭയങ്കര അഫോർഡബിൾ ആണ്, റേറ്റും ഭയങ്കര കുറവാണ്, ഒരു 200-ന് താഴെയുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ പേർപ്പിൾ ഷാദി സെയിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിപൊളി കുറേ ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ എന്തതിൻ്റെ പേര്, ഒരു മസ്കാര 2 കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ലൈറ്റായിട്ട് കോമ്പാക്ട് പൗഡർ അതിൻ്റെ മീതെ ലൈറ്റായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും. കഴിഞ്ഞു. ഇനി ഹെയറിന് വേണ്ടിയിട്ട് ഞാനൊരു കേളിങ് ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റായിട്ടൊന്ന് ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ട് കുളി കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ, അതങ്ങനെ നന്നായിട്ട് നിന്നോളും. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണ്ട. നമുക്ക് പോവാം. ഹലോ, എന്തിനാ സങ്കടം? Why so sad? It's okay baby, it's okay. നമ്മൾ കേക്ക് മേടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇമ്മക്കുട്ടി അത് തുറന്നപ്പോൾ അത് തട്ടി ഇത്തിരി ഞെളങ്ങിപ്പോയി. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, സാരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏട്ടൻ ഓഫീസിൽ പോയി. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലേ.
പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും അയ്യോ ഇനി തട്ടണ്ട, കേക്ക് കാണിച്ചേട്ടെ. അപ്പോൾ ഇതായിട്ട് നമ്മുടെ കേക്ക്. 1 കിലോ കേക്ക് മേടിച്ചു. സാധാരണ 1/2 കിലോ ആണ് മേടിക്കാറ്, പക്ഷേ ഇത്തവണ അവിടെ 1 കിലോ ഉണ്ടായിരുന്നുള്ളൂ. റെഡ് വെൽവെറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇതന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. 1 കിലോ ഇങ്ങനെ 1 കിലോ നമുക്കത് എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് മേടിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള ക്യാൻഡിലൊക്കെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഒന്നും കിട്ടിയില്ല. പിള്ളേരാണെങ്കിൽ 33 അല്ലേ, അപ്പോൾ ഞാൻ കേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് 32-ൽ 2 എടുത്ത് മാറ്റിയിട്ട് 3 വെക്കാനായിട്ട് ആലോചിച്ചു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് 34 വയസ്സാണെന്ന്. എന്നിട്ട് ഞാൻ 34, അതായത് 4-ൻ്റെ ക്യാൻഡിൽ മേടിച്ചു, 3-ൻ്റെ ക്യാൻഡിൽ മേടിച്ചു. ചേട്ടൻ കണ്ടപ്പോൾ എന്നോട് ചോദിക്കണേ എന്തിനാണ് 4-ൻ്റെ ക്യാൻഡിൽ 4 നമ്പറിൻ്റെ ക്യാൻഡിൽ മേടിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 33-ൻ്റെ 3 എടുത്ത് മാറ്റിയിട്ട് 4 വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ 32 മാറ്റിയിട്ട് ഇപ്പം ഞാൻ 32 അല്ല, അതുവരെ മറന്നുപോയി ഞാൻ. അതെന്താണെന്ന് അറിയോ, നാളെ എനിക്ക് 2-3 ഡെഡ് ലൈൻസ് ഉണ്ട് ബ്രാൻഡ്സിൻ്റെ. അതിൻ്റെ തിരക്ക് അങ്ങനെ ആലോചിച്ചിട്ടേ എനിക്ക് അങ്ങനെ ശരിക്കും മറന്നു. എനിക്കാണെങ്കിൽ നാളെ പോയി ഇനി ഷൂട്ട് ചെയ്യാനല്ലോ എന്ന് ആലോചിക്കുന്ന ചെറിയ മടിയുണ്ട്. ഇറ്റ്സ് ഓക്കെ കണ്ണാ. അപ്പോൾ നമ്മൾ എത്ര വയസ്സായി പോന്നു? 33. Officially 33 years old. Happy birthday to me. എന്താലേ ഈ ഉറുമ്പ് അമ്മ ഒരു ഉറുമ്പ് ആ സാലി ബേബി കണ്ണാ. ഇവിടെ അടുത്തുള്ള ഇല്ല മുത്തേ, ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മുക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു അമ്മുക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു കുഞ്ഞു ഊതിക്കൂടാ. ആ ഇരുട്ട് കട്ട് ചെയ്യാ. ഗിഫ്റ്റ് ഗിഫ്റ്റ് ഓൾറെഡി തന്നല്ല. ഗിഫ്റ്റ് ഉണ്ടോ? വാക്കുട്ടി ഉണ്ടാക്കിയതാ. ഓ ഇത് ഭയങ്കര വായിക്കണല്ലേ. Pull me out. കുഞ്ഞുണ്ടാക്കിയതാ. That's why I told you not to come to the river. You're so hard. നോക്കൂ ഇമ്മക്കുട്ടീനെ വരച്ചിരിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യണത്. അയ്യോടാ യു സോ ഹാർഡ് വർക്കിംഗ്. അയ്യോ അത് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഫോട്ടോക്ക് എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്ന ഈ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അയ്യോടാ നന്നായിരിക്കണേ. യു ആർ സോ സ്വീറ്റ് മോം. ടു അമ്മു ഹാപ്പി ബർത്ത്ഡേ ഫ്രം അഗ്നിക ബേബി. അഗ്നിക ലവ്സ് യു. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ ചെയ്തു? എനിക്കങ്ങനെ രണ്ടാളും കൂടി കുശ് 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 കണ്ടിട്ട് പിറന്നാൾ ആശംസകൾ. അയ്യോ ഇതെന്റെ പണ്ടത്തെ ഫോട്ടോയില് പണ്ടത്തെ. ഇത് എനിക്ക് 20 വയസ്സ്. Look, I put it here. എനിക്ക് 33 വയസ്സ്. I put it here. കുട്ടി പറഞ്ഞ പറന്നാൾ ആശംസകൾ. സോ സ്വീറ്റ് ഇമ്മക്കുട്ടി. കുട്ടി നന്നായി വരച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഹൗ സ്വീറ്റ് മുത്തേക്കം. 3-4 ദിവസത്തെ പണിയായി കുട്ടി. എരിവുള്ള കേക്ക് തന്നെയല്ലേ ഇത് നമ്മളെ ഇമ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് സ്ഥിരം വരുത്തിക്കാറില്ലേ, അവിടെ നിന്ന് നല്ല ടേസ്റ്റാണ് അവിടുത്തെ. എസ്പെഷ്യലി റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ്. അച്ഛൻ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തോണ്ട് Okay. ഇതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇമ്മക്കുട്ടിയും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ട് തന്നതാണ് ഈ വാച്ച്. ആപ്പിൾ വാച്ച്. ഓക്കെ ഓൾറെഡി ഒരു കേക്ക് കഴിച്ച് തന്നതല്ലേ. താങ്ക് യു.
എന്തായാലും ഭയങ്കര അടിപൊളി. ഈ വാച്ച് തന്നെ ഇമ്മക്കുട്ടിയല്ലേ എന്നോട് പറഞ്ഞ മേടിക്കണത്? എന്താ ഇമ്മയാണ് ഫുൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇത് ചെയ്യണം അത് ചെയ്യണം. എത്ര ബനാന വേണം? അമ്മയ്ക്കോ? ഒരെണ്ണം മതി. അച്ഛനെത്ര? ഭയങ്കര പ്ലാനിങ്ങിന്റെ ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസസും. അത് കിട്ടണത് മാത്രമല്ല ഇങ്ങനെ കൊടുക്കാനും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതിപ്പോ എപ്പോ തുടങ്ങിയത്? 1 മാസമായില്ലേ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഇത് മുന്നേ തരാൻ കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേയുടെ അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കയ്യിലുണ്ടാവണമെന്ന് വെച്ചിട്ട് മുന്നേ ഏട്ടനെയും കുട്ടി കൂടിയും മുന്നേ തന്നെ തന്നതാണ്. ഇതായിരിക്കും എന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും അമ്മ നാളെ കഴിക്കും കേക്ക്. എല്ലാം കൂടി കഴിച്ചാൽ വയറിനും ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് കഴിക്കാത്തതാ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്ലി വിഷസ്. താങ്ക് യു. അപ്പൊ നമ്മൾ കേക്ക് ഒക്കെ കഴിക്കട്ടെ, കിടക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ കാണാം. പിന്നെ നാളെ ഞാൻ ഈ കേക്ക് മുറിവെടുത്ത് ബാലേക്കിടും. ബാല ഇത്